Hi friends, JENY'S vlogilekku ella kootukarkku swagatham. Appo innu njan thayaraakkunnathu pallathi kondu naadan reethiyil oru thorananu. Appo adenganeya thayaraakkunnenu nokkam. Appo aadyamayittu ningal ente channel kaanuvaanengil onnu subscribe cheyyuka. Aa koode varuna bell icon enable cheyan marakalla all enna optionum. Appo namakku videoyilekku povam. Appo idinu vendi njan 1 kilo pallathi eduthittundu. Adu nannayittu കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി എനിക്ക് അവർ വെട്ടി ആണ് കൊണ്ട് തന്നത്. അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ സെക്ഷൻ ഒന്നും കാണിക്കാഞ്ഞത്. അപ്പം ഞാനിത് നന്നായിട്ട് നല്ല ഉളുമ്പുള്ളത് കാരണം നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ചട്ടിക്കകത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തിലാണ് തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഫ്രൈ ആക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങ മുഴുവനെ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയുടെ കുറച്ച് ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 12 പച്ചമുളക് ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിടുന്നത് നല്ല ടേസ്റ്റാണ്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അത് ഞാൻ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനൊരു 5 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിപ്പമുള്ള ഉള്ളി ആയത് കാരണമാണ് കുറച്ച് തോന്നിക്കുന്നത്. ഞാൻ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആ തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമേ ഇട്ട് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കുടംപുളിയാണ്. അതൊരു 2 ചുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള പുളിയുടെ അനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവാപ്പൊടിയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മീൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ഒതുക്കാൻ എടുത്ത മിക്സിക്കകത്തിലേക്കാണ് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ തോരൻ മൂടി കിടക്കണമെന്നൊന്നുമില്ല. കാരണം ഇത് പെട്ടെന്ന് വേകുന്ന മീനായ കാരണം നമുക്ക് നമ്മളിത് ചെറുതീയിലുമാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനി നമുക്ക് അടുപ്പയിലേക്ക് മാറ്റാം. തേങ്ങയൊക്കെ ഒതുക്കിയത് തിരുമ്മി വെച്ചപ്പം കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പം നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയോട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് കറിവേപ്പില ഒടിച്ചു വെച്ചപ്പോൾ തന്നെ കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് തിളയ്ക്കുന്നിടം വരെ നല്ല തീയിൽ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച് ഇതിനി അത് കുറച്ച് നേരം ഇരുന്ന് വേകട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ മീനൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ നമുക്കൊന്ന് കുറച്ച് വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ പറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ കുറഞ്ഞ തീയിലിരുന്നത് ഒരു 10 മിനിറ്റ് നേരം കൂടെ വേകട്ടെ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയി. നമുക്കൊന്ന് നോക്കാം.
ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. പുളി ഈ സമയത്ത് കൂടുതലാണെങ്കിൽ നമുക്കത് ഒരു ചുളയോ വല്ലതും നമുക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തിലിരുന്ന് ആ ചൂട് വലിയുന്ന സമയത്ത് ഉള്ള വെള്ളം കൂടെ അങ്ങ് വറ്റിപ്പോളും. ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇത് സ്പൂണിട്ട് ഇളക്കുന്നില്ല, നന്നായിട്ട് കുടഞ്ഞിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പള്ളത്തിയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓളം ഓപ്ഷനും. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.